ഒരിക്കൽ ഒരു കുറ്റവാളിയെ നാടുകടത്താൻ വിധിക്കുന്നതിനു മുമ്പ് ന്യായാധിപൻ അയാളോടൊരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികൃഷ്ടവുമായ സാധനമേതാണ്? ഉത്തരം പറയാൻ അയാൾക്കൊരു ദിവസം സമയവും അനുവദിച്ചു. ശരിയായ ഉത്തരം പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ടിവരും. ഏതായാലും കുറ്റവാളിയായ മനുഷ്യൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അയാളുടെ ഭാര്യയോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അവൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ കുറ്റവാളിയാണെന്ന് ന്യായാധിപൻ വിധിക്കാൻ കാരണം നിങ്ങൾ കളവു പറഞ്ഞ് ആളുകളുടെ പണം സൂത്രത്തിൽ തട്ടിയെടുത്തതുകൊണ്ടല്ലേ? അതിന് നിങ്ങളെ സഹായിച്ചത് നിങ്ങളുടെ നാവും. അതുകൊണ്ട് ഏറ്റവും നികൃഷ്ടമായ സാധനം നാവു തന്നെയാണ്. സത്യം പറയാനും ആളുകളോട് സ്നേഹത്തോടെ സംസാരിക്കാനും നാവ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതെത്ര വിശിഷ്ടമായേനെ. ഭാര്യ പറഞ്ഞതിന്റെ പൊരുൾ അയാൾക്ക് ശരിക്കും മനസ്സിലായി. പിറ്റേ ദിവസം അയാൾ ന്യായാധിപന്റെ മുമ്പിലെത്തി ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികൃഷ്ടവുമായ സാധനം മനുഷ്യന്റെ നാവു തന്നെയാണ്. എനിക്കെന്റെ തെറ്റു മനസ്സിലായി. ഇനി മുതൽ കളവു പറയാനോ ആളുകളെ കബളിപ്പിക്കാനോ ഞാനെന്റെ നാവ് ഉപയോഗിക്കില്ല. അതുകൊണ്ടെനിക്ക് മാപ്പ് തരണം. സ്വന്തം തെറ്റു മനസ്സിലാക്കി സത്യസന്ധമായി ജീവിക്കാൻ തയ്യാറായതിനാൽ ന്യായാധിപൻ അയാൾക്ക് മാപ്പ് നൽകി. എവിടെയോ വായിച്ചൊരു കഥയാണിത്. പലരും നമ്മൾ വെറുക്കാനും ഇഷ്ടപ്പെടാനും നമ്മൾ പറയുന്ന വാക്കുകൾ കാരണമാകാറുണ്ട്. ഒരാളെ അപകടത്തിലാക്കാനും ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും നാവ് കാരണമാകാറുണ്ട്. ഒരാളുടെ ജീവിതം സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും അയാളുടെ നാവ് തന്നെയാണ്. സൂക്ഷ്മതയില്ലാതെ നാവ് ഉപയോഗിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അതിനാൽ നാവിനെ സൂക്ഷിക്കുക. മനസ്സിൽ തോന്നുന്ന ചിന്തകൾ വാക്കുകളായിട്ടാണല്ലോ നമ്മുടെ നാവിലൂടെ പുറത്തുവരുന്നത്. വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു. പ്രവൃത്തികൾ ശീലങ്ങളാവുകയും ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തിൽ പല നല്ല ബന്ധങ്ങളും മുറിഞ്ഞുപോകാൻ നമ്മുടെ നാവ് കാരണമായിട്ടുണ്ടാകാം. ഈ വർഷത്തിൽ അങ്ങനെയുണ്ടാവാതിരിക്കാൻ പുതിയ ചില ശീലങ്ങൾ തുടങ്ങുക. കുറച്ചു പറയാനും കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരോട് സൂക്ഷ്മതയോടെ സംസാരിക്കാനും ശ്രമിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുക. അതിലൂടെ വരും ദിനങ്ങളിൽ നല്ല സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയും. ഏവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ.